ബി.ജെ.പി. നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ ആഹ്വാനം ചെയ്തതായി റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച ക്യാമ്പിലാണ് ബി.ജെ.പി. നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയതായുള്ള വെളിപ്പെടുത്തൽ പുറത്തുവരുന്നത്. NIA ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ ഈ കാര്യം പറയുന്നത്. ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ ജയിലിൽ കഴിയുന്ന PFI കമാൻഡർ KP കമാൽ ഹിറ്റ് സ്ക്വാഡ് പരിശീലകനായ അൻഷാദ് ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരെ NIA ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. നേരത്തെ NIA റെയ്ഡിനെ തുടർന്ന് മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമി അടച്ചുപൂട്ടിയിരുന്നു. PFIയുടെ ഭീകര പരിശീലന ആസ്ഥാനമായിരുന്നു ഗ്രീൻ വാലി അക്കാദമി. വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ BJP നേതാക്കളായ കപിൽ മിശ്ര, പർവേഷ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം. വടക്കൻ ഡൽഹി കലാപത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ PFI പ്ലാൻ അനുസരിച്ച് നിരവധി ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു. ഡൽഹി പോലീസ് പോലും ഇവരുടെ ആസൂത്രിത ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു. ഹരിയാനയിൽ നിന്ന് ജാട്ട്, ഗുജ്ജർ സായുധ സംഘങ്ങളെ എത്തിച്ച് ആക്രമി സംഘങ്ങളെ തുരത്താൻ നേതൃത്വം നൽകിയത് കപിൽ മിശ്രയും പർവേഷ് വർമ്മയുമാണ്. ഡൽഹി പോലീസിന് കഴിയാത്തതാണ് ജാട്ട്, ഗുജ്ജർ സംഘങ്ങൾ നടപ്പിലാക്കിയത്. PFI കലാപ പദ്ധതിയെ തിരിച്ചടിച്ചു തകർത്ത BJP നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ കാപ്പൻ ബദറുദ്ദീനും ഫിറോസ് ഖാനും നിർദ്ദേശം നൽകിയെന്നാണ് മനസ്സിലാകുന്നത്. ഇതനുസരിച്ച് ഇരുവരും കാപ്പനൊപ്പം ഡൽഹിയിലെത്തി NCHRO ഓഫീസിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. അതിനിടെയാണ് ഹത്രാസ് കലാപത്തിനായി കാപ്പനും ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളും ഒരു കാറിലും ബദറുദ്ദീനും ഫിറോസ് ഖാനും മറ്റൊരു കാറിലും യാത്ര തിരിച്ചത്. കാപ്പനും സംഘവും പിടിയിലായതറിഞ്ഞ ബദറുദ്ദീനും ഫിറോസ് ഖാനും ഡൽഹിയിലേക്ക് മടങ്ങി. അറസ്റ്റ് ഭയന്ന് കേരളത്തിലേക്ക് പിന്നീട് മടങ്ങുകയായിരുന്നു ഇവർ. 4 മാസം കഴിഞ്ഞ് കാപ്പന്റെ അറസ്റ്റിന് പകരം വീട്ടാൻ UPയിൽ സ്ഫോടനം നടത്താനുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായി ലക്നൌവിലെത്തിയ ബദറുദ്ദീനും ഫിറോസ് ഖാനും UP ഭീകരവിരുദ്ധ സേനയുടെ അതായത് ATSന്റെ പിടിയിലാവുകയായിരുന്നു. 2 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ KP കമാലിനെയും UP പോലീസ് പിടികൂടി. ഇവരെ ലക്നൌ ജയിലിൽ NIA ചോദ്യം ചെയ്തപ്പോഴാണ് മഞ്ചേരി ഗ്രീൻ വാലി ക്യാമ്പസിലെ ഭീകരാക്രമണ ആസൂത്രണം പൂർണ്ണമായും വെളിപ്പെട്ടത്. BJP നേതാക്കളെ വധിക്കാൻ സിദ്ദിഖ് കാപ്പൻ നിർദ്ദേശം നൽകിയിരുന്നതായി ബദറുദ്ദീനും ഫിറോസ് ഖാനും നേരത്തെ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു. ക്യാമ്പിന്റെ മുഖ്യ സംഘാടകനായ KP കമാലിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെട്ടത്. PFIയുടെ തിങ്ക് ടാങ്കായ സിദ്ദിഖ് കാപ്പൻ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും അവർ സമ്മതിച്ചു. മാധ്യമപ്രവർത്തകനെന്ന ഇളവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത കാപ്പൻ PFI ടൈഗർ ഗ്യാങ് അംഗമാണെന്ന UP പോലീസിന്റെ കുറ്റപത്രം ശരിവയ്ക്കുന്ന വിവരങ്ങളാണ് KP കമാലിനെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. കാപ്പന് ജാമ്യം കിട്ടിയെങ്കിലും കമാലും ബദറുദ്ദീനും ഫിറോസ് ഖാനും ഇപ്പോഴും ലക്നൌ ജയിലിലാണ്. UP പോലീസ് സിദ്ദിഖ് കാപ്പനെ ചോദ്യം ചെയ്യുകയും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിൽ കമാൽ, ബദറുദ്ദീൻ, ഫിറോസ് ഖാൻ എന്നിവരുടെ പങ്ക് വെളിപ്പെട്ടത്. കാപ്പന്റെ മൊഴി പ്രകാരം UP പോലീസ് അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിന് അടുത്തിടെ ജാമ്യം കിട്ടിയിരുന്നു. ഹത്രാസ് കലാപ പദ്ധതിക്ക് ഖത്തറിൽ നിന്ന് പണം അയച്ചത് റൌഫ് ഷെരീഫാണെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.